നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു തക്കാളി കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചുവന്നുള്ളി വലുതാണെങ്കിൽ ഒരു 10-15 എണ്ണത്തിനകത്ത് എടുത്താൽ മതി. ഇത് ചെറുതായിട്ട് ഒന്ന് വലിയ ചുവന്നുള്ളി ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 3 വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പഴുത്ത ആ 3 തക്കാളിയും നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഈ തക്കാളിയും സാമ്പാർ പൊടിയും കൂടെ അരച്ച് വെച്ചത് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുവരെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 പിടി മല്ലിച്ചീര, അപ്പോൾ നമ്മളെ കറി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കാം. നമുക്ക് ഈ പുളിയും ഈ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ തക്കാളി കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.